നമ്മുടെ ജീനുകൾ കൃത്യമായിട്ട് റൂൾസ് ഒന്നും പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കൊന്ന് നോക്കിയാലോ. യെസ്, അതായത് ഒന്നെങ്കിൽ ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ ഡോർഫ് ആയിട്ടുള്ള ഒരു ചെടി ഉണ്ടാവും. മെന്റൽ എക്സ്പെരിമെന്റ് ആണ് അല്ലെ. ഇത് രണ്ടും അല്ലാത്ത ഒരു കേസ് ഉണ്ടാവുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? അതാണ് നോൺ മെന്റേലിയൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസും. അപ്പൊ ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? യെസ്, അതായത് രണ്ട് കളേഴ്സ് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മുടെ കയ്യിൽ റെഡ് പെയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് പെയിന്റ് ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പിങ്ക് ആയിട്ടുള്ള ഒരു കളർ അല്ലേ കിട്ടുന്നത്. ഇതുപോലെ തന്നെ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ എടുക്കുകയാണ്. അതായത് ഒരു റെഡ് ഫ്ലവർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ട്. ഇവര് തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടേഴ്സും എക്സ്പ്രസ് ചെയ്യുന്നില്ലാത്തൊരവസ്ഥ. അതായത് റെഡും എക്സ്പ്രസ് ചെയ്യുന്നില്ല, വൈറ്റും എക്സ്പ്രസ് ചെയ്യുന്നില്ല. പകരം എന്താണ്? രണ്ടും കൂടെ കൂടി ചേർന്ന് പുതിയൊരു ക്യാരക്ടർ അവിടെ ഫോം ചെയ്യുന്നു. അതാണ് പിങ്ക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അങ്ങനെയാണെങ്കിൽ കോ ഡോമിനൻസ് എന്തായിരിക്കും? അതായത് രണ്ട് ക്യാരക്ടേഴ്സും ഒരേപോലെ അടുത്ത ജനറേഷനിൽ കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ പുള്ളിപ്പശു. അതായത് നമുക്ക് ചില പശുവിനൊക്കെ കാണാം ഒരു ബ്രൗൺ കോട്ടിന്റെ മുകളിൽ കൂടെ വെള്ള കുത്തുകുത്ത് അല്ലെ. അപ്പൊ അതായത് ബ്രൗൺ കളറും വൈറ്റ് കളറും ഉണ്ട്, രണ്ടും ഒരേപോലെ അവിടെ എക്സ്പ്രസ് ചെയ്തു. അങ്ങനെയുള്ള കേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോ ഡോമിനൻസ്. അപ്പൊ നമ്മുടെ ജീൻസ് കൃത്യമായിട്ട് റൂൾസ് ഒന്നും പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിന്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും അതുപോലെ തന്നെ കോ ഡോമിനൻസും. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏത് പഠിക്കാനുണ്ട്? ജെനറ്റിക്സ് ഓഫ് ലൈഫ്, അതായത് SSLCന്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഇത് സേവ് ചെയ്ത് വെച്ചോ, നമ്മുടെ എക്സാമിനൊക്കെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്.